കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം അറിയിക്കുന്നു. ഈ പ്രഭാതയാമത്തിൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവം തരുന്ന സാവകാശത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം, സ്തോത്രം ചെയ്യാം. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്കണ്ഠ ഉളവാക്കുന്ന സംഗതികളെ കണക്കിലെടുത്തുകൊണ്ടുള്ളതാണ് നമ്മൾ ഈ വായിക്കുന്ന പ്രാർത്ഥന. എത്രയധികം ശ്രേഷ്ഠമായ സത്യങ്ങളും എത്രയോ പ്രധാനപ്പെട്ട അപേക്ഷകളുമാണ് വളരെ ലളിതമായ ഭാഷയിലും ചുരുങ്ങിയ വാക്കുകളിലും ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. ദൈവജനം പ്രാർത്ഥിക്കേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടില്ല. പ്രത്യുത ദിനംതോറും അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ അതിലുള്ളൂ. അവർ എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം, അതിന്റെ ഒരു മാതൃക അഥവാ ഒരു ഉദാഹരണം മാത്രമാണ് ഈ പ്രാർത്ഥന. ഇവിടെ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വിഷയങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചേക്കാം. എന്നാൽ ഈ പ്രാർത്ഥനയുടെ അഭ്യർത്ഥനകൾക്കപ്പുറത്ത് നാം സ്വനതമായി സമ്പാദിച്ചുവെന്ന് ഒരിക്കലും കരുതരുത്. 11-ാം വാക്യത്തിലെ ഇന്ന് എന്ന പദം സൂചിപ്പിക്കുന്നത് ഈ പ്രാർത്ഥനയിലെ അപേക്ഷകൾ കേവലം വല്ലപ്പോഴും സഭാകൂടി വരവിൽ മാത്രമല്ല, പ്രത്യുത ദിനംതോറുമുള്ള അതിന്റെ ഉപയോഗത്തിലാണ് നല്ലതും ഉചിതവുമായിരിക്കുന്നത് എന്നാണ്. ഒരു കുടുംബത്തിലെ 2-3 അംഗങ്ങൾ അല്ലെങ്കിൽ ഒരു കൂട്ടം വിശ്വാസികൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നതിനോടുള്ള ബന്ധത്തിലാണ് ഈ അപേക്ഷകൾ കൂടുതൽ ഉചിതമാകുന്നതെന്ന് ഞങ്ങൾക്ക് എന്നുള്ള ബഹുവചന ശബ്ദം സൂചിപ്പിക്കുന്നു. രഹസ്യത്തിൽ ഏകനായിരുന്ന് ഈ നിലയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് തന്നോടൊപ്പം തന്റെ കുടുംബമോ സുഹൃത്തുക്കളോ സഭയോ അല്ലെങ്കിൽ വളരെ വിപുലമായ നിലയിൽ ഒരു വിശ്വാസി സമൂഹമോ ഉണ്ടെന്ന് ചിന്തിച്ചുകൊണ്ടും ഈ വാചകങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കാം എന്നും ഒരുപക്ഷേ നമുക്ക് ചിന്തിക്കാം. തീർച്ചയായും അങ്ങനെ ചെയ്യുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. മനുഷ്യർ ദൈവത്തിന്റെ മക്കളും പ്രജകളും ആണെങ്കിലും അവരുടെ സ്ഥാനത്തിനനുസരണമായി ജീവിക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് യേശുവിന് സംശയമില്ലായിരുന്നു. ലോകം മുഴുവൻ തിന്മപ്പെട്ടവനിൽ കിടക്കുന്നുവെന്നും മനുഷ്യർ നഷ്ടപ്പെട്ടു പോയ ആടിന് തുല്യമെന്നും പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് പാപം മൂലം ദൈവവും മനുഷ്യനുമായി വന്നുകൂടിയ അകൽച്ച എത്രമാത്രമെന്ന് മനസ്സിലാക്കണം. പാപത്തെ സംബന്ധിച്ചുള്ള അവന്റെ ചിന്താഗതിയിൽ പ്രകടമായിരുന്ന ഒരു പ്രധാന തത്വം മനുഷ്യന് ഏറ്റവും വലിയ ആവശ്യം ദൈവം മുമ്പാകെയുള്ള ക്ഷമയാണെന്നുള്ളതാണ്. അത് ഈ പ്രാർത്ഥനയിൽ സൂചിപ്പിച്ചിട്ടുമുണ്ട്. പാപം ദൈവം മുമ്പാകെയുള്ള കടമാണ്. ചെയ്യാതെ വിട്ടുകളയുന്നവയും ചെയ്യരുതാത്തത് ചെയ്യുന്നതുമായ 2 വിധ പാപങ്ങളും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. പാപം പരീക്ഷ വഴിയായി വന്നു ചേരുന്നു. പരീക്ഷ ബലപ്പെടുന്നത് സംശയം മൂലമത്രേ, അല്ലെങ്കിൽ സ്വാശ്രയം മൂലമത്രേ. അതുകൊണ്ടാണ് വിനയത്തോടും ദൈവാശ്രയത്തോടും കൂടെ ദോഷത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി പ്രാർത്ഥിപ്പാൻ യേശു ഉപദേശിച്ചത്. സാധാരണയായി കർമ്മപാപം മാത്രം പാപമായി മനുഷ്യർ കണക്കാക്കുന്നു. എന്നാൽ പർവ്വതപ്രസംഗം വായിക്കുന്ന ഏവനും പ്രവൃത്തി മാത്രമല്ല, പ്രവൃത്തിയുടെ അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വിചാരഗതിയും പാപത്തിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണെന്ന് കർത്താവ് പറഞ്ഞതിൽ നിന്ന് തന്റെ നോട്ടം എത്ര ഗഹനമായിരുന്നു എന്ന് മനസ്സിലാക്കാം. പാപിയെ സ്നേഹിച്ച് പാപത്തെ വെറുത്തവനായ കർത്താവിന് നമ്മോടുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള ചിന്തയാണ് പാപത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നതിനുള്ള മാർഗം. ചുങ്കക്കാരനായ സക്കായി, പാപിയായ സ്ത്രീ ഇവരെ സ്നേഹിച്ചത് മൂലമത്രേ അവർ അവരുടെ പാപജീവിതം ഉപേക്ഷിക്കാൻ ഇടയായത്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട സുഖിയ നല്ല പിതാവേ, മനോഹരമായ ഒരു പ്രഭാതയാമം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് തന്നതോർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങളെ കൂടുതൽ അടുപ്പിക്കുവാൻ ഉപകാരപ്രദമായ ദൈവവചനങ്ങൾ ഈ പ്രഭാതയാമത്തിൽ ധ്യാനിക്കുവാൻ കർത്താവ് തന്ന സാവകാശത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളെ കേൾപ്പിച്ച ആലോചനകളുടെ മുൻപാകെ ഞങ്ങളെ തന്നെ വീണ്ടും സമർപ്പിക്കുന്നു. അവിടുത്തെ നാമം സകലത്തിലും മഹത്വമെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുണ്യകരങ്ങളിലേക്ക് അടിയങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.